ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പലരുടെയും ആത്മീക ജീവിതം തുടക്കത്തിൽ വളരെ നന്നായിട്ട് പോയതായിരുന്നു എങ്കിലും പിന്നീട് അതിൽ തുടരുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ശലോമോൻ രാജാവിൻ്റെ ജീവിതം, ശലോമോനെക്കുറിച്ച് 1 രാജാക്കന്മാർ 11 അധ്യായം അതിൻ്റെ 4 വാക്യത്തിൽ ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. അവൻ്റെ ഹൃദയം അവൻ്റെ അപ്പനായ ദാവീദിൻ്റെ ഹൃദയം പോലെ തൻ്റെ ദൈവമായ യഹോവയെങ്കിൽ ഏകാഗ്രം ആയിരുന്നില്ല. ഏതു വിധത്തിലും തെറ്റിച്ച് കളയണം എന്നുള്ള പദ്ധതിയാണ് സാത്താൻ്റേത്. ചിലരെ വശീകരിച്ച് അവരുടെ ഹൃദയത്തെ തെറ്റിച്ച് കളയുന്നു, ചിലരെ ചതിക്കുന്നു. അങ്ങനെ പല നിലകളിൽ പിശാച് പ്രവർത്തിക്കുമ്പോൾ എത്രമാത്രം നാം ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കണം എന്നുള്ളതിൻ്റെ ആവശ്യകത ഈ വചനം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരാൾ രാജാവായാൽ ആ വ്യക്തി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ആവർത്തന പുസ്തകം 17 അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് കൊടുത്തിരുന്നു. അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അവൻ അനേകം ഭാര്യമാരെ എടുക്കരുത്, വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കരുത്. അവൻ രാജാസനത്തിലിരിക്കുമ്പോൾ ലേവ്യരായ പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതി എടുക്കണം. ഈ ന്യായപ്രമാണത്തിലെ സകല വചനങ്ങളും ചട്ടങ്ങളും അവൻ പ്രമാണിച്ച് നടന്ന് തൻ്റെ ദൈവമായ യഹോവയെ ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് അത് അവൻ്റെ കൈവശം ഇരിക്കുകയും അവൻ്റെ ഹൃദയം സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരാതെയും അവൻ ദൈവകൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെയും ഇരിക്കേണ്ടതിനും അവനും അവൻ്റെ പുത്രന്മാരും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യഭാരം ചെയ്യേണ്ടതിനുമായി ആയുഷ്കാലമൊക്കെയും ഇത് വായിക്കുകയും വേണം. വചനപ്രകാരം ജീവിക്കണം എന്ന് ഇസ്രായേലിലെ എല്ലാ രാജാക്കന്മാരോടും പരിശുദ്ധാത്മാവ് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഒരാൾ രാജാവായി കഴിഞ്ഞാൽ ആ വ്യക്തി പുരോഹിതന്മാരുടെ പക്കൽ നിന്ന് ന്യായപ്രമാണം വാങ്ങി അതിൻ്റെ ഒരു പകർപ്പ് ഒരു പുസ്തകത്തിൽ എഴുതിയെടുത്ത് അതനുസരിച്ച് ജീവിക്കുവാൻ വേണ്ടി എല്ലാ ദിവസവും ആയുഷ്കാലം മുഴുവൻ അത് വായിക്കണം. ദൈവവചനം വായിക്കണം. ദൈവവചനത്തെ ഒരു വഴികാട്ടിയായി കാണണം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന അരുതുകൾ, പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കണം. വചനം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ഹൃദയം മറ്റുള്ള തൻ്റെ സഹോദരന്മാർക്ക് മീതെ അഹങ്കരിച്ചുയരുകയില്ല. അവൻ ദൈവകൽപ്പന വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതിരിക്കും. അവനും അവൻ്റെ മക്കളും ഇസ്രായേലിൻ്റെ ഇടയിൽ ദീർഘകാലം രാജ്യം ഭരിക്കും. ദൈവവചനത്തിൻ്റെ പ്രമാണം അനുസരിക്കുന്ന വ്യക്തിയുടെ മുമ്പിൽ ദൈവം തുറന്നു വച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ സാധ്യതകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൽ അരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അവൻ്റെ ഹൃദയം മറിഞ്ഞു പോകാതിരിപ്പാൻ അനേകം ഭാര്യമാരെ അവൻ എടുക്കരുത്. ശലോമോൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ കൽപ്പന ലംഘനമാണ്. മാത്രമല്ല, അവൻ വെള്ളിയും പൊന്നും അധികമായി സമ്പാദിക്കരുത്. ഈ 2 കൽപ്പനകളുടെയും ലംഘനം ശലോമോൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. ശലോമോൻ രാജാവ് ഫറവോൻ്റെ മകളെ കൂടാതെ മോവാബ്യർ, അമോന്യർ, ഏദോമ്യർ, സീദോന്യർ, ഹിത്യർ എന്നിങ്ങനെ അന്യജാതിക്കാരത്തികളായ അനേക സ്ത്രീകളെ സ്നേഹിച്ചു. അവരോട് കൂടിക്കലർച്ച അരുത്, അവർക്ക് നിങ്ങളോടും കൂടിക്കലർച്ച അരുത്. അവർ നിങ്ങളുടെ ഹൃദയത്തെ തങ്ങളുടെ ദേവന്മാരിലേക്ക് വശീകരിച്ച് കളയും
എന്ന് ദൈവം അരുളി ചെയ്ത ആ കൽപ്പന ശലോമോൻ ലംഘിച്ചു. ശലോമോൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, അവൻ്റെ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ വശീകരിച്ചു. ശലോമോൻ വയോധികനായപ്പോൾ ഭാര്യമാർ അവൻ്റെ ഹൃദയത്തെ അന്യദേവന്മാരിലേക്ക് വശീകരിച്ചു. വഴിതെറ്റിപ്പോയി. തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെയാണ് തനിക്ക് നാശത്തിൻ്റെ പാത തുറന്നു കിട്ടിയത്. കുടുംബത്തിൽ പ്രമാണിക്കേണ്ട കാര്യങ്ങൾ, പരസ്പര വിശ്വസ്തത, ഇതെല്ലാം ലംഘിക്കപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ കോപം അവിടെ വെളിപ്പെട്ടു. ശലോമോന് രാജസ്ഥാനം നഷ്ടപ്പെട്ടു, ദൈവകൃപ നഷ്ടപ്പെട്ടു. അവൻ്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് വളരെ അകന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ വക്രതയും കോട്ടവും നിറഞ്ഞ തലമുറയുടെ നടുവിൽ, വശീകരിക്കുന്ന ഒത്തിരി ശക്തികളുടെ നടുവിൽ ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുവാൻ നാം നമ്മെ സമർപ്പിക്കണം. വായിക്കണം, ധ്യാനിക്കണം. വചനത്തിലൂടെ സംസാരിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുവാൻ നാം അനുവദിക്കണം. നാം അവൻ്റെ ശബ്ദം, വചനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ എന്തു വില കൊടുത്തും അനുസരിപ്പാൻ നമുക്ക് കഴിയണം. കർത്താവായ ദൈവമേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം. കൽപ്പനാലംഘനം എവിടെയൊക്കെ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം സംഭവിച്ചത് ഞങ്ങൾക്ക് മുന്നറിയിപ്പായി അവിടുന്ന് നൽകിയിരിക്കുന്നു. ഞങ്ങളും കർത്താവിനെ അനുസരിക്കുവാൻ പ്രാപ്തരാകട്ടെ. ക്രിസ്തുയേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.